അസ്സലാമു അലൈക്കും. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടുകളും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിന്റെ സ്തുതി. എന്നിട്ടും അതാ സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവിന് സമന്മാരെ വെക്കുന്നു. ഇരുട്ട് വെളിച്ചം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാവും പകലും ഇത് നമുക്ക് അള്ളാഹു ഒരുക്കി വെച്ച് തന്നു. എന്നിട്ടും സൃഷ്ടാവിനെ സമന്മാരുണ്ടാക്കുന്നു. സൃഷ്ടാവിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് ഈ രാവും പകലും. അവൻ അത്ര കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അവൻ ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. അവങ്കിൽ നിർണിതമായ മറ്റൊരു അവധിയുണ്ട്. എന്നിട്ടും നിങ്ങൾ സംശയിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ തന്നെയാണ് ആകാശങ്ങളിലും ഭൂമിയിലും സാക്ഷാൽ ദൈവം. നിങ്ങളുടെ രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു. നിങ്ങൾ നേടിയെടുക്കുന്നതും അവനറിയും. അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള ഏതൊരു ദൃഷ്ടാന്തം അവർക്ക് വന്നു കിട്ടുമ്പോഴും അവരതിനെ അവഗണിച്ച് കളയുക തന്നെയാകും. രക്ഷിതാവിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും തെളിവ് കേട്ടാൽ പോലും അതിനെ അവഗണിച്ച് കളയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഈ സത്യം അവർക്ക് വന്നു കിട്ടിയപ്പോഴും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. എന്നാൽ അവർ ഏതൊന്നിനെ പരിഹസിച്ചു കൊണ്ടിരുന്നുവോ അതിന്റെ വൃത്താന്തങ്ങൾ വഴി അവർക്ക് വന്നെത്തുന്നതാണ്. ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അള്ളാന്റെ ദൃഷ്ടാന്തത്തെ ഒരുപാട് പേര് നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ഏതൊന്നിനെയാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത് അതിന്റെ തെളിവുകൾ അഥവാ വൃത്താന്തങ്ങൾ വഴി അവർക്ക് വന്നെത്തുന്നതാണ്. യാഥാർത്ഥ്യത്തിൽ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഈ സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നത്. നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണോ പരിഹസിച്ചു കൊണ്ടിരുന്നത് അതിന്റെ തെളിവുകൾ അവർ കണ്ടില്ലേ. അവർക്ക് മുമ്പ് നാം എത്ര തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് നാം ചെയ്തു തന്നിട്ടില്ലാത്ത സൗകര്യം ഭൂമിയിൽ അവർക്ക് നാം ചെയ്തു കൊടുത്തിരുന്നു. നാം അവർക്ക് ധാരാളമായി മഴ വർഷിപ്പിച്ചു കൊടുക്കുകയും അവരുടെ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ കാരണം നാം അവരെ നശിപ്പിക്കുകയും അവർക്ക് ശേഷം വേറെ തലമുറകളെ ഉണ്ടാക്കുകയും ചെയ്തു. പ്രവാചകന്മാരൊക്കെ അള്ളാന്റെ ദൃഷ്ടാന്തമായിട്ട് വരുമ്പോൾ വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ആ ഒരു കാര്യം ഇവിടെ പറയുന്നത്, നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവരെ കളിയാക്കിയിരുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത് എന്തോ അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യുന്നു. അള്ളാഹിനാണ് പരിഹസിച്ചെന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ അവർക്ക് വന്ന് ഭവിക്കുകയും ചെയ്യുന്നു. ഇനി ഇവിടെ 12ാമത്തെ സൂക്തം പറയുന്നത്, ചോദിക്കുക ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു? പറയുക അള്ളാഹുവിൻ്റെതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങൾ അവനെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്ര അവർ. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. ഇവിടെ പറയുന്നത് ആകാശഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടാവിൻ്റെതാണ്. അതൊക്കെ പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും സൃഷ്ടാവാണ്. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്നുള്ളത് തന്നെ നമ്മളെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹ് എന്ന നാമത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. അദൃശ്യവും ദൃശ്യവും അറിയുന്നവനാണ്. നമ്മളെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നവനാണ്. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായിട്ട് രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ സൃഷ്ടാവിന്റെ നാമം അത് നമ്മളെ മേലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം കാരുണ്യം, അവന്റെ കൈകളെന്ന അംശത്തെ നമ്മൾ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ ആ നാമം വരുന്നത് ഇവിടെ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ബൈബിൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ.